ഹലോ, എല്ലാവർക്കും വെൽക്കം. ഇന്ന് ഞായറാഴ്ച ഉച്ചവരെയുള്ള ഒരു പഠനം കേട്ടോ നോക്കുന്നത്. അപ്പോൾ രാവിലെ എണീക്കാൻ കുറച്ച് വൈകിട്ടോ, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ 6:30 ആ സമയത്താട്ടോ എണീച്ച ഉടനെ പല്ലൊക്കെ തേച്ച് നല്ലൊരു ചായയൊക്കെ വെച്ച് കുടിച്ചു കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം ഇത് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കാര്യമായിട്ട് കുക്കിംഗ് പരിപാടിയൊന്നും ഇല്ല കേട്ടോ, രാവിലത്തേക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പോൾ ഉച്ചക്കലത്തേക്കൊന്നും വേണ്ട. അപ്പോൾ രാവിലെ ഉപ്മാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അതിന് ടൈമിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് രാവിലെ കുറച്ച് പഠിക്കാതിരിക്കാൻ വിചാരിച്ചു. ഒരു 7:15 വരെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ SCRT തന്നെ പഠിച്ചേക്കാം ഫ്രഷ് ആയിട്ടെന്ന് വിചാരിച്ചിട്ട് SCRT ആട്ടോ എടുത്ത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിതിപ്പോൾ പ്രിൻ്റ് എടുത്ത ബുക്കാട്ടോ, മറ്റേ ടാലൻറ്റിൻ്റെ ബുക്ക് പ്രിൻ്റ് എടുത്തതാണിത്. സയൻസ് എൻ്റെ കയ്യിൽ വാങ്ങിയതുണ്ട്, ഇത് പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ ഇതും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ പഠിക്കാനാണെങ്കിലും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. രാവിലെ കുട്ടികളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഈ ടൈമിൽ. അവരെണീക്കുമ്പോൾ എങ്ങനെയും ഒരു 7:30-8 മണിയാവും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാം. ആരുടെയും ഒരു ഇതുണ്ടാവില്ല കേട്ടോ, ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരുന്ന് പഠിക്കാൻ പറ്റിയൊരു ടൈമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ പഠിക്കുന്ന കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളത്. അതിനുശേഷം ഏത് ടൈമിലിരുന്ന് പഠിച്ചാലും അതുപോലെ എൻ്റെ മൈൻഡിൽ കയറാറില്ല കേട്ടോ. രാവിലെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ എക്സാമിനോട് അടുക്കുമ്പോഴൊക്കെ രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സാമിനോട് അടുത്തിട്ടല്ല, ഒരു 6 മാസം മുന്നേ തന്നെ അങ്ങനെ ശീലിച്ച് വരണം എക്സാമിൻ്റെ. ഇപ്പം എൻ്റെ കമ്പനി LGS ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിലബസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് ഞാൻ ഇതുപോലെ 4 മണിക്കും 4:30-ക്കൊക്കെ എഴുന്നേറ്റ് പഠിച്ച് അത് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഒരു 2 മാസമായിട്ട് എനിക്ക് ആ ഒരു ടൈമിൽ എണീക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നോമ്പ് ടൈമിലൊക്കെ എണീച്ച് കഴിഞ്ഞാലും നമ്മൾ കാര്യം എല്ലാം കഴിഞ്ഞ് അങ്ങനെ കിടക്കും കേട്ടോ. പിന്നെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ എണീക്കുള്ളൂ. അപ്പം ഇനിയിപ്പോൾ അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. പിന്നെ ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഈ ഇയർഫോണാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുക, എൻ്റെ തോളിലുണ്ടാവും കേട്ടോ, ഈ ബ്ലൂടൂത്ത് ഇയർഫോണ്. ഞാനിത് കേട്ടിട്ടാണ് കേട്ടോ എല്ലാ ജോലിയും ചെയ്യുക, അടിക്കലും തുടയ്ക്കലും. ഇപ്പം അലക്കലടക്കം ഞാൻ ഇത് വെച്ച് ചെയ്യും കേട്ടോ. കല്ലിൽ അലക്കണ കാര്യമാണ് പറയണത്. ഇത് ചെവിയിൽ വെച്ചിട്ട് അലക്കുക. ആരെങ്കിലും വിളിച്ചാലൊന്നും കേൾക്കില്ല കേട്ടോ, അതൊരു നെഗറ്റീവാണ്. എന്നാലും ഞാൻ പഠിത്തമല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈമും വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ചെവിയൊക്കെ ഒരു തീരുമാനമാവും ജോലിയൊക്കെ കിട്ടുമ്പോഴേക്കും. എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു കേട്ടോ. ഉച്ചയ്ക്കിലേക്കൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരം വന്നിരുന്ന് പഠിച്ചിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവാമെന്ന് പറഞ്ഞിട്ടാണ്. 1 മണിക്കൂറുണ്ട് കേട്ടോ പഠിക്കാൻ. അപ്പോൾ വെറുതെ നമ്മൾ സൺഡേ വേസ്റ്റ് ആക്കണ്ടല്ലോ. ശരിക്കും എൻ്റെ റിവിഷൻ ഡേ ആണ് സൺഡേ. പക്ഷെ ഇപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പഠിത്തമൊന്ന് ചെറുതായിട്ട് സ്റ്റോപ്പായിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് റിവിഷനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് പഠിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പഠിച്ചു വെച്ചതിൻ്റെ ബാക്കി ഭാഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികളൊക്കെ എണിച്ചിട്ടുണ്ട്. അവർക്ക് TV ഒക്കെ വെച്ച് കൊടുത്തിട്ട് അവർ കഴിക്കാനൊക്കെ കൊടുത്തിട്ടാട്ടോ ഇരിക്കണത്. അപ്പം ഇന്ന് കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സമയത്ത് സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് ആ ഭാഗങ്ങളൊക്കെ നോക്കണം. മാത്സ് ഒന്ന് നന്നായിരുന്നു നോക്കാനുണ്ട് കേട്ടോ. മാത്സിൻ്റെ ഏകദേശം എല്ലാ ടോപ്പിക്കും കഴിയാനായിട്ടോ. കുറച്ച് ഭാഗം കൂടി മാത്സും നോക്കാനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കമ്പനി LGSൻ്റെ ആ ഒരു സിലബസ് എൻ്റെ കഴിയാനായി. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇനി നോക്കാനായിട്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു 5 മാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു കേട്ടോ പഠിത്തം. നല്ലതുപോലെ പഠിച്ചിരുന്നു, നല്ല ടൈം സ്പെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. ഫുൾ ടൈം അതിൻ്റെ സിലബസിന് ബേസ് ചെയ്തിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, ആവുന്നു. പിന്നെ ഇതിന് മുന്നേ തന്നെ നമ്മൾ കഴിഞ്ഞ LD തൊട്ടിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ആ ഒരു LD എക്സാമിന് പഠിച്ചതിൻ്റെയൊക്കെ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പഠിച്ചു പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയതായിട്ട് നമ്മൾ കറണ്ട് അഫെയർ ആണ് മെയിൻ. കറണ്ട് അഫെയർ മാത്രം എഴുതി പഠിക്കാനുണ്ട്. അപ്പോൾ അതിരുന്ന് പഠിക്കാൻ പോവാണ് അടുത്ത്. കറണ്ട് അഫെയർ എഴുതാണ് കേട്ടോ. ടാലൻറ്റിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാട്ടോ, അതിൻ്റെ ഡെയിലി കറണ്ട് അഫെയർസ് നോക്കിയിട്ടാണ് ഞാൻ കറണ്ട് അഫെയർ എഴുതാറ്. അതല്ലാതെയും യൂട്യൂബ് ചാനലുകൾ തന്നെ നോക്കി ഞാൻ കറണ്ട് അഫെയർ കേട്ട് പഠിക്കാറാണ് കേട്ടോ കൂടുതലും പതിവ്. എഴുതുന്നത് ടാലൻറ്റിൻ്റെയെന്ന് മാത്രം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് പോകാൻ റെഡിയായിട്ടോ. അങ്ങനെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേരെയൊക്കെ റെഡിയാക്കിയ ശേഷം കുറച്ച് ടൈം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് റെഡിയായ ശേഷം കുറച്ച് ടൈം കൂടി ബാക്കിയുണ്ട് കേട്ടോ. 1 മണിക്കൂറുണ്ട്. നേരത്തെ റെഡിയായിപ്പോയി. അപ്പോൾ ഹസ്ബൻഡ് വരാൻ ടൈം ആവുമെന്ന് പറഞ്ഞപ്പോൾ ആൾ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ടൈം ആവുമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ടൈമും കൂടി ഉള്ളപ്പോൾ ഞാൻ എന്തിനാ വെറുതെ ടൈം കളയുന്നതെന്ന് വെച്ചിട്ട് ആ പഠിച്ചത് കുറച്ചുകൂടി ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നേരെ കല്യാണത്തിന് പോയിട്ടോ. ഇന്ന് ഉച്ചവരെയുള്ളൊരു വ്ളോഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കല്യാണത്തിന് പോയി നല്ല അടിപൊളി മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറച്ചു.
അങ്ങനെ ഉച്ച വരെ കുറച്ച് പഠിക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.